ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് നമ്മൾ ഡേ 1 പാർട്ട് 2 വീഡിയോ ആണ്. ആ പാർട്ട് 1 കാണാത്തവർ അതൊന്ന് കണ്ടിട്ടും കൂടെ ഇത് കാണണേ. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ എല്ലാവരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു എഴുന്നേറ്റ് ഫ്രഷായി നമ്മളൊന്ന് പുറത്തേക്ക് പോകാൻ വിചാരിച്ചു. പള്ളിയിലും പോകണം, പിന്നെ ഇവരുടെ തല മുട്ട അടിക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇന്നത്തെ ദിവസം അത് തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്, പക്ഷേ ആ വോയിസ് അത്ര കേൾക്കുന്നുണ്ടായില്ല. അതാണ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞത്. പിന്നെ വൈകിട്ടാകുമ്പോഴേ നമുക്കിവിടെ കൂടുതലായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കര ചൂടും വെയിലായതുകൊണ്ട് രാവിലെ ഒന്നും ഒട്ടും പോകാൻ പറ്റത്തില്ല. വേർത്ത് കുളിച്ചു പോവും. ഓൾറെഡി നല്ല ചൂടുണ്ട്, ഈ സമയത്താണെങ്കിലും നല്ല ചൂടുണ്ട്, വേർക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നല്ല കാറ്റുണ്ടാവും. പിന്നെ വൈകിട്ട് കുറച്ചും കൂടെ തണലായതുകൊണ്ട് ആ ഒരു സമയം ഒരു 5 മണി കഴിഞ്ഞിട്ട് ഇറങ്ങണമെന്നാണ് ഏറ്റവും നല്ലത്. ആദ്യം ഞങ്ങളൊരു 4 മണി കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭയങ്കര ചൂടുണ്ടായിരുന്നു, വെയിലും ഉണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ ഞങ്ങളൊരു 5 മണി കഴിഞ്ഞ് പിന്നെ ഒരു 5:30 ആയി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് തന്നെ. പിന്നെ ആദ്യമേ തന്നെ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇവിടുത്തെ തന്നെ ക്യാൻറ്റീനിലേക്കാണ് നമ്മൾ ആദ്യം കയറിയത്. പിന്നെ ഇവിടുത്തെ ക്യാൻറ്റീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു അകത്തൊക്കെ കാണാനാണെങ്കിലും. പിന്നെ ആദ്യം നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇവിടെ പ്രത്യേക ഒരു സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ക്യാഷ് അടച്ച് ഒരു ബില്ല് കിട്ടിയിട്ട് അതായിട്ടാണ് നമ്മൾ നേരെ ചായയുടെ സെക്ഷനിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ചായ തരുന്നത്. പിന്നെ അകത്തേക്ക് കയറിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സെക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ സ്നാക്സിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. ഫുൾ സ്നാക്സ്, ഇങ്ങനെ നല്ല അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അവിടെ ചായയുടെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ബില്ലടച്ചിട്ട് 6 ചായയാണ് പറഞ്ഞത്. 6 പേർക്കും ചെറിയ ക്ലാസ് ആട്ടോ, പക്ഷെ നല്ല ചായ ആയിരുന്നു. നല്ല ചായയും കുടിച്ച് അങ്ങനെ ഇരുന്നു. ആ സമയത്ത് കറക്റ്റ് നല്ല വെയിലും കൂടെ വന്നുകൊണ്ട് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ചായ കുടിക്കണം ഗൈസ്. ചായ ഊതി കുടിക്കാനാണ് കുട്ടന് ഇഷ്ടം. ഞാൻ മമ്മിയോടെ അനുകരിച്ചിട്ടിരിക്കുന്നത്. സെപ്റ്റംബറിൽ ഇവിടെ പെരുന്നാളായതുകൊണ്ട് തന്നെ പള്ളികളിലെല്ലാം ഇങ്ങനെ പെയിൻറ്റിങ്ങും അകത്തൊക്കെ പെയിൻറ്റിങ്ങൊക്കെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഫസ്റ്റ് ഒരു സെക്ഷൻ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ട് അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, അകത്ത് പെയിൻറ്റിങ് നടക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് അതൊരു പോരായ്മ പോലെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പള്ളിയിൽ കുർബാനകളൊന്നും ഉണ്ടായില്ല. കുർബാന ലോവർ ബസിലിക്കയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അവിടെ നോട്ടീസും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പള്ളിയിലേക്ക് കയറാനായിട്ട് ചെരുപ്പ് ഇങ്ങനെ ഇവിടെ അവരൊരു കവർ തരും. ആ കവറിലേക്ക് ഊരിയിട്ട് കൊടുത്തിട്ട് നമുക്കൊരു ടോക്കൺ പോലെ തരും. ആ ടോക്കൺ വെച്ചിട്ടാണ് നമ്മളവിടെ ചെരുപ്പ് ഊരി കൊടുത്തത്. നമ്മൾ ആദ്യമായിട്ടാണ് കയറുന്നതുകൊണ്ട് ഇങ്ങനെ നടത്തി കയറ്റാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കയറ്റാണ് ആ ക്വസ്റ്റ്യൻ. പിന്നെ പള്ളിയുടെ അകത്തൊന്നും ക്യാമറകൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ അകത്ത് വിഷ്വൽസ് ഒന്നും എവിടെയും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊരു നമ്മുടെ ചർച്ചിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു ആവി മരിയയുടെ ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഓഫറിങ്സ്, ഡൊണേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്ഥലം. പിന്നെ നമുക്ക് കാഴ്ചവെപ്പിനൊക്കെ പറയണമെങ്കിൽ അതൊക്കെ ഇവിടെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു അച്ഛനിരിക്കുന്ന നമ്മുടെ തലയ്ക്കൊക്കെ ബ്ലസ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു അച്ഛന്മാരിരിക്കാറുണ്ട്. അങ്ങനെ നമ്മളെപ്പോഴും ഇവിടെ വരാറുണ്ട്. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അകത്ത് കയറുമ്പോഴാണെങ്കിലും നല്ല രസമാണ് അതിൻ്റെ ഉള്ളിലും കാണാൻ. അവിടെ ഒരു മാതാവിൻ്റെ രൂപമുണ്ട്, അത് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ രൂപം കാണാനും നല്ല ഭംഗിയാട്ടോ. അവിടെ നമ്മൾ ഡെയിലി മാതാവിൻ്റെ സാരികൾ ഇങ്ങനെ മാറ്റി ഉടുപ്പിക്കും. നമുക്കിപ്പോൾ സാരിയൊക്കെ നേർന്നെങ്കിൽ അതൊക്കെ അങ്ങനത്തെ സാരികളൊക്കെ ഇവിടെ ആട്ടോ കൊടുക്കുന്നത്. അങ്ങനെ നല്ല രസമാണ്. ഇവിടെ അച്ഛൻ സൈഡിൽ ബ്ലസ് ചെയ്യുന്നുണ്ട്. പിന്നെ പോണ വഴിക്ക് തന്നെ ഇവിടെ ഒരു യേശുവിൻ്റെ രൂപം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യേശു നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന രീതിയിലുള്ളത്. അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അതിൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ടായിട്ട് അകത്തോട്ട് ആൾക്കാർ കയറണം. അതുപോലെ ഒരു സെക്യൂരിറ്റി ഉണ്ട് അവിടെ ഇങ്ങനെ നോക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഈ സമയത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ പള്ളി കാണാനൊക്കെ നല്ല ഭംഗി. നല്ലൊരു സൺസെറ്റൊക്കെ ആകുമ്പോൾ ആ ഒരു സ്കൈ ഒക്കെ ആണെങ്കിലും നല്ലൊരു ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അഡോറേഷൻ ചാപ്പലിലേക്കാണ് പോയത്.
അവിടെ പോയി എൻ്റെ അപ്പനെ കുമ്പസാരിക്കണം എന്നും ആദ്യം അവിടെ കുമ്പസാരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി കുമ്പസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുമ്പസാരിക്കാനും പോയി. ഞങ്ങളവിടെ ആരാധനാലയത്തിലൊക്കെ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഓൾറെഡി ആദ്യമേ പോയി കുമ്പസാരിക്കാൻ. അവിടെ നല്ല തിരക്കുമായിരുന്നു. മലയാളം കുമ്പസാരവും ഇംഗ്ലീഷും മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് മലയാളം കുർബാനയുടെ അവിടെ നല്ല തിരക്കായിരുന്നു. നല്ലതെന്ന് പറഞ്ഞാൽ ഒരു 10-20 ആൾക്കാർ അടുത്തോളം ഉണ്ടായിരുന്നു. എന്നാലും അപ്പം ക്യൂ നിന്ന് കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു പിറ്റേ ദിവസം. സാധനം വേണം? പഴംപൊരിയാ? എവിടെ കിട്ടാനാണ് പഴംപൊരി? ഇവിടെ പഴംപൊരി കിട്ടൂലടാ. കടിക്കോ ഇത്? കടിക്കോ? നമ്മൾ ഈ രണ്ടെണ്ണത്തിനെയും മുട്ടകളാക്കാൻ പോകുവാണ് ഗൈസ്. നമ്മൾ മുട്ടയാക്കാൻ പോവാണ്. രണ്ടുപേരെയും മുട്ടയടിക്കാൻ പോകും. 2 മുട്ടകളാവും ഇപ്പൊ തന്നെ.
അങ്ങനെ ഇവിടെയാണ് ഇവരുടെ മുട്ടയടിക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് പള്ളി വകയായിട്ടുള്ളത്. പിന്നെ അല്ലാണ്ട് തന്നെ ഇവിടെ കുറേ ബാർബർ ഷോപ്പ് പോലെ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നിന്നാണ് നമ്മൾ മുട്ടയടിക്കുന്നത്. ഈ ഒരു സമയമാകുമ്പോൾ ഈ വഴിയിലൊക്കെ ഭയങ്കര തിരക്കുമായിരിക്കും. മൃഗങ്ങളാണെങ്കിലും പിന്നെ കുറേ വണ്ടികളൊക്കെ ആണെങ്കിലും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരുടെ മുട്ടയടിക്കാനായിട്ട് അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് ഒരാൾക്ക് 50 രൂപയാണ് ചാർജസ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ മുട്ട അടിക്കുന്ന ആളും നമ്മളോട് പൈസ ചോദിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇന്നിപ്പോൾ മുട്ട അടിക്കാനൊന്നും അത്ര തിരക്കൊന്നും ഇവിടെ ആൾക്കാരൊക്കെ വെറുതെ ഇരിക്കുകയാണ്. ഇപ്പോൾ യൂണിഫോം പോലെയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ മുട്ട അടിക്കുമല്ലോ. പഞ്ഞി ഹായ് പറഞ്ഞേ. ഹായ് ഞങ്ങൾ മുട്ട ഇടിക്കാൻ പോണേ. മുട്ട മുട്ടയ്ക്കാൻ പോണേ. മുട്ട രണ്ട് പ്ലേറ്റും വന്നിട്ടുണ്ട്. പിന്നെ ഒരു ടോപ്പർ ഒരാൾക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അവൾക്കാണെങ്കിൽ ഇപ്പോഴേ തന്നെ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഫോൺ കാണിച്ചൊക്കെ ഇരുത്തി മുട്ടയടിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ആദ്യമൊന്നും കരഞ്ഞില്ല കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് അവൾക്ക് എന്തോ പേടി പോലെയൊക്കെ ആയി. അങ്ങനെയൊക്കെ കുറച്ച് കരച്ചിലായിരുന്നു.
ബറോസില മോഹൻലാൽ ഏതോ സിനിമയിലൊക്കെ പോലെ തോന്നലിരിക്കും ഇയാളെ കണ്ട്. അർജന്റീന ഫാൻ മൊട്ടയായി. അവക്കടെ കൈ വെച്ചിട്ട് വെച്ചാൽ അവള് നനച്ചിട്ടുണ്ട്. അത് അപ്പനോട് കൈ വെച്ച് നടക്കാൻ പറ. അപ്പ അപ്പ ഒന്ന് കയ്യിൽ വെള്ളം എടുത്തു കൊടുക്കും. ഇനി നീ ഇറങ്ങൂല, ഒന്ന് കയ്യിൽ വെള്ളം എടുത്തു കൊടുത്ത്. കയറിങ്ങാട് നീറണ്ട. രണ്ടായിട്ട് മുറിക്കണല്ലോ. അതിൽ കയറണം. അതിൽ നമുക്ക് ഈ സഖ്യം വെച്ചാൽ പോലെ കേറിയാലും കണ്ട ഒരു ആരുമില്ല. ജീപ്പ് ഓടി പാലാങ്ങണി പാലാങ്ങണി ഇത് പാറ. ആ എന്ത് മീൻ വേണം? ഇത് പാമ്പ്ലേറ്റ്. അതാ അത് വാവൽ. വാവല ഇപ്പൊ ദൈവം ഇതെന്ത് മീനാ? എന്തിനാണ് വേണ്ടേ? 160 രൂപ. പാഴ്സല് പാഴ്സല് ആ ഈറനായ നദിയുടെ മാറിൽ ഈ
ഓടിയെത്തും മകളെ ഓടിമലാലിനും ഓർമ്മലേ അങ്ങനെ ഗാനമേളയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. രാത്രി നമ്മൾ ഇവിടെ എവിടെയെങ്കിലും തട്ടുകടയോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് അവിടെ പോയി കഴിക്കാം വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്താണ് ഇരിക്കുന്നത്. അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുവാണ്. അതെ അതെ, ഫുഡ് കഴിക്കാൻ എവിടെയാണ് പോകുന്നത്? കുറേ ഹോട്ടലുകളുണ്ട് ഇവിടെ. വെജിറ്റേറിയൻസ് മാത്രമായിട്ടാണെങ്കിൽ അവിടെ നമുക്ക് ശരവണ ഭവനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചന്ദ്ര ഹോട്ടലുണ്ട്, പൂവൻമേരി ഹോട്ടലുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് 2-3 കുറേ വെജ് നോൺ വെജ് ചൈനീസൊക്കെ കിട്ടുന്ന കുറേ ഹോട്ടലുകളുണ്ട്. ഏത് ഹോട്ടലിൽ വേണമെങ്കിൽ നമുക്ക് പോകാം. എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഫുഡിന് റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കാഴ്ചകൾ. നമ്മൾ എവിടെ പോയി കഴിക്കുമെന്ന് നമുക്ക് നോക്കിയതൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വെറുതെ പരീക്ഷിച്ച് വണ്ടിയിലൊക്കെ നോയ്സുകൾ, വണ്ടികളുടെ കേൾക്കാൻ നോയ്സൊക്കെ. പറ്റുമോന്നറിയില്ല. ഇതാണ് ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലാണ് ഡാവിഡ. അത്ര വലിയ റേറ്റ് ഇല്ല, 3 സ്റ്റാറാണ്. ഇപ്പൊ ഒരു 9:45 ഈ സമയം. ഇപ്പോഴും കടകൾ ലൈവാണ്. ലൈവാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മമ്മി കണ്ടോ നൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഈ 9:45-10 മണിക്ക് ഇങ്ങനെ നടക്കുകയാണ് റോട്ടിൽ കൂടെ. ആർക്ക് പറ്റും ഇങ്ങനെ? അല്ലേ ഷർലി? ചന്ദ്ര ഹോട്ടൽ. ഇവിടെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചപ്പാത്തി മേടിച്ചായിരുന്നു. അത്ര കുഴപ്പമില്ല. ഇപ്പോഴും മേടിച്ചത് അവിടെ നിന്നാടി ഈ ഹോട്ടലിലാണ് ഞങ്ങൾ ആവേ മരിയ. ഇത് കുഴപ്പമില്ലാത്ത തോന്നുന്നു. ഞങ്ങൾ ശരവണ ഭവൻ ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മറ്റേ ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഫുള്ള് തട്ടുകടകൾ മാത്രമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു കടയിൽ കയറി. നല്ല ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ ദോശയാണ് പറഞ്ഞത്, മുട്ട ദോശയാണ് പറഞ്ഞത്. പിന്നെ നൂഡിൽസൊക്കെ പറഞ്ഞാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതേ ശരവണ ഭവൻ എത്തി. അവിടെ ചെന്നപ്പോൾ കണ്ടോ ഇഷ്ടംപോലെ ആൾക്കാർ മുഴുവനും അതിനകത്തുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു, ഇരിക്കാനുള്ള സ്ഥലം കൂടി ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നെങ്കിലും പിന്നെ ഞങ്ങൾ അങ്ങനെ വേറെ കടയിൽ ഞങ്ങൾ പറഞ്ഞ തട്ടുകട അങ്ങനെ അവിടെ ലൈവായിട്ടാട്ടോ എല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ കട ലക്ഷ്യമാക്കി അവിടെ എത്തി. ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്തു. അങ്ങനെ ഓരോന്ന് കഴിച്ചു. വെള്ളമൊന്നും അവിടുത്തെ കൊള്ളില്ലായിരുന്നു കേട്ടോ. വെള്ളം ഇങ്ങനെ ജഗ്ഗൊക്കെ തുറന്ന് കിടക്കുമായിരുന്നു. പിന്നെ വെള്ളം ഞങ്ങൾ പൈസ കൊടുത്ത് സെപ്പറേറ്റ് വാങ്ങിച്ചു. ഞാൻ മുട്ട ദോശയാണ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം സ്പീഡിൽ തന്നെ വരുന്നുണ്ടായിരുന്നു. ദോശയാണെങ്കിലും ഞാനും ലുല്ലും മുട്ട ദോശയും എബിയൊക്കെ മസാല ദോശയാണ് പറഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് കിട്ടി. നൂഡിൽസും കിട്ടി. പിന്നെ അപ്പനും മാത്രമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ചപ്പാത്തി എന്തൊക്കെയോ കഴിച്ചിട്ട് അപ്പൻ്റെ വയറൊരു വിധം നിറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും വേഗം കഴിച്ചു കഴിഞ്ഞു. എല്ലാ ഫുഡും നല്ലതായിരുന്നു. ഇതായിരുന്നു കണ്ടോട് ലൈവായിട്ട് ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നത്. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. അങ്ങനെ ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങിയത്. പിന്നെ അങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ തട്ടുകടകൾ കുറേ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഡേ 2 ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ചാനലും കൂടെ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ആ ചാനലും കൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിലും ട്രാവൽ വ്ളോഗ്സ്, നമ്മുടെ വെള്ളാങ്കണ്ണി ട്രിപ്പൊക്കെ വ്ളോഗൊക്കെ ആയിട്ട് വരുന്നതാണ്. അവർ കുറേ ട്രാവൽ ചെയ്തതിൻ്റെ വ്ളോഗ്സും എല്ലാം ഉണ്ട്. അപ്പോൾ ആ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. എബീസ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നാണ് ചാനലിൻ്റെ പേര്. ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടാതെ എൻ്റെ ചാനലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണണേ. പാർട്ട് 2 ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫോട്ടോസും റീൽസ്, വീഡിയോസ് അങ്ങനെയെല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യാറുണ്ട്. ഹെൽന എന്നാണ് പേര്.
നിങ്ങൾക്ക് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ആ ഐഡിയിലും കൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഉള്ളവരൊക്കെ എന്നെ ഫോളോയും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പാർട്ട് 1 കാണാത്തവർ കണ്ടിട്ട് ഇത് കാണണേ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈയും കൂടെ തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ മതിയായിരിക്കും. സ്റ്റേ ട്യൂൺ. ബൈ. സീ യു. ഗുഡ് നൈറ്റ്.